സംഖ്യാപുസ്തകം അധ്യായം 31. അനന്തരം യഹോവ മോശയോട് അരുളിച്ചെയ്തത്: ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മിദ്യാന്യരോട് പ്രതികാരം നടത്തുക. അതിൻ്റെ ശേഷം നീ നിന്റെ ജനത്തോട് ചേരും. അപ്പോൾ മോശ ജനത്തോട് സംസാരിച്ചു. മിദ്യാന്യരുടെ നേരെ പുറപ്പെട്ട് യഹോവയ്ക്ക് വേണ്ടി മിദ്യാനോട് പ്രതികാരം നടത്തേണ്ടതിന് നിങ്ങളിൽ നിന്ന് ആളുകളെ യുദ്ധത്തിന് ഒരുക്കുവീൻ. നിങ്ങൾ ഇസ്രായേലിൻ്റെ സകല ഗോത്രങ്ങളിലും ഓരോന്നിൽ നിന്ന് 1000 പേരെ വീതം യുദ്ധത്തിന് അയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേല്യ സഹസ്രങ്ങളിൽ നിന്ന് ഓരോ ഗോത്രത്തിൽ 1000 പേർ വീതം 12000 പേരെ യുദ്ധസന്നദ്ധരായി വേർതിരിച്ചു. മോശ ഓരോ ഗോത്രത്തിൽ നിന്ന് 1000 പേർ വീതമുള്ള അവരെയും പുരോഹിതനായ എലയാസാറിൻ്റെ മകൻ ഫീനഹാസിനെയും യുദ്ധത്തിന് അയച്ചു. അവൻ്റെ കൈവശം വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളും ഗംഭീരനാദ കാഹളങ്ങളും ഉണ്ടായിരുന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവർ മിദ്യാന്യരോട് യുദ്ധം ചെയ്ത് ആണുങ്ങളെയൊക്കെയും കൊന്നു. നിഹതന്മാരുടെ കൂട്ടത്തിൽ അവർ മിദ്യാന്യ രാജാക്കന്മാരായ ഏവി, രേഖം, സൂർ, ഹൂർ, രേബ എന്നീ 5 രാജാക്കന്മാരെയും കൊന്നു. ബെയോരിൻ്റെ മകനായ ബിലെയാമിനെയും അവർ വാളുകൊണ്ട് കൊന്നു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യ സ്ത്രീകളെയും അവരുടെ കുഞ്ഞുങ്ങളെയും ബദ്ധരാക്കി അവരുടെ സകല വാഹനമൃഗങ്ങളെയും ആടുമാടുകളെയും അവരുടെ സമ്പത്തൊക്കെയും കൊള്ളയിട്ടു. അവർ പാർത്തിരുന്ന എല്ലാ പട്ടണങ്ങളും എല്ലാ പാളയങ്ങളും തീയിട്ട് ചുട്ടുകളഞ്ഞു. അവർ എല്ലാ കൊള്ളയും മനുഷ്യരും മൃഗങ്ങളുമായുള്ള അപഹൃതമൊക്കെയും എടുത്തു. ബദ്ധന്മാരെ അപഹൃതത്തോടും കൊള്ളയോടും കൂടെ യെരിഹോവിൻ്റെ സമീപത്ത് യോർദാൻ അരികെയുള്ള മോവാബ് സമഭൂമിയിൽ പാളയത്തിലേക്ക് മോശയുടെയും പുരോഹിതനായ എലയാസാറിൻ്റെയും ഇസ്രായേൽ സഭയുടെയും അടുക്കൽ കൊണ്ടുവന്നു. മോശയും പുരോഹിതൻ എലയാസാറും സഭയുടെ സകല പ്രഭുക്കന്മാരും പാളയത്തിനു പുറത്ത് അവരെ എതിരേറ്റ് ചെന്നു. എന്നാൽ മോശ യുദ്ധത്തിൽ നിന്ന് വന്നിട്ടുള്ള സഹസ്രാധിപന്മാരും ശതാധിപന്മാരുമായ സൈന്യനായകന്മാരോട് കോപിച്ച് പറഞ്ഞതെന്തെന്നാൽ: നിങ്ങൾ സ്ത്രീകളെയെല്ലാം ജീവനോടെ വച്ചിരിക്കുന്നു. ഇവരത്രേ പെയോരിൻ്റെ സംഗതിയിൽ ബിലെയാമിൻ്റെ ഉപദേശത്താൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് ദ്രോഹം ചെയ്യുവാനും യഹോവയുടെ സഭയിൽ ബാധയുണ്ടാവാനും ഹേതുവായത്. ആകയാൽ ഇപ്പോൾ കുഞ്ഞുങ്ങളിലുള്ള ആണിനെയൊക്കെയും പുരുഷനോടുകൂടെ ശയിച്ചിട്ടുള്ള സകല സ്ത്രീകളെയും കൊന്നുകളവീൻ. പുരുഷനോടുകൂടെ ശയിക്കാത്ത പെൺകുഞ്ഞുങ്ങളെ ജീവനോട് വെച്ചുകൊള്ളുവിൻ. നിങ്ങൾ 7 ദിവസം പാളയത്തിനു പുറത്ത് പാർക്കേണം. ഒരുത്തനെ കൊന്നവനും കൊല്ലപ്പെട്ടവനെ തൊട്ടവനുമെല്ലാം 3-ാം ദിവസവും 7-ാം ദിവസവും തങ്ങളെയും തങ്ങളുടെ ബദ്ധന്മാരെയും ശുദ്ധീകരിക്കണം. സകല വസ്ത്രവും തോൽ കൊണ്ടുള്ള എല്ലാ കോപ്പും കോലാട്ടുരോമം കൊണ്ടുണ്ടാക്കിയതൊക്കെയും മരം കൊണ്ടുള്ള സകല സാധനവും ശുദ്ധീകരിപ്പിൻ. പുരോഹിതനായ എലയാസാർ യുദ്ധത്തിന് പോയിരുന്ന യോദ്ധാക്കളോട് പറഞ്ഞത്: യഹോവ മോശയോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണം ആവിത്: പൊന്ന്, വെള്ളി, ചെമ്പ്, ഇരുമ്പ്, വെള്ളിയും കാരിയം മുതലായി തീയിൽ നശിച്ചു പോകാത്ത സാധനമൊക്കെയും തീയിലിട്ടെടുക്കണം. എന്നാൽ അത് ശുദ്ധമാകും. എങ്കിലും ശുദ്ധീകരണ ജലത്താലും അത് ശുദ്ധീകരിക്കണം. തീയിൽ നശിച്ചു പോകുന്നതെല്ലാം നിങ്ങൾ വെള്ളത്തിൽ മുക്കിയെടുക്കണം. 7-ാം ദിവസം വസ്ത്രമലക്കി ശുദ്ധിയുള്ളവരായ ശേഷം നിങ്ങൾക്ക് പാളയത്തിലേക്ക് വരാം. പിന്നെ യഹോവ മോശയോട് അരുളിച്ചെയ്തത്: നീയും പുരോഹിതനായ എലയാസാറും സഭയിലെ ഗോത്രപ്രധാനികളും കൊള്ളയായി പിടിക്കപ്പെട്ട മനുഷ്യരുടെയും മൃഗങ്ങളുടെയും തുക നോക്കി പടയ്ക്കു പോയ യോദ്ധാക്കൾക്കും സഭയ്ക്കും ഇങ്ങനെ 2 ഓഹരിയായി കൊള്ള വിഭാഗിപ്പീൻ. യുദ്ധത്തിന് പോയ യോദ്ധാക്കളോട് മനുഷ്യരിലും മാട്, കഴുത, ആട് എന്നിവയിലും 500-1 യഹോവയുടെ ഓഹരിയായി വാങ്ങണം. അവർക്കുള്ള പാതിയിൽ നിന്ന് അതെടുത്ത് യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായി പുരോഹിതനായ എലയാസാറിന് കൊടുക്കണം. എന്നാൽ ഇസ്രായേൽ മക്കൾക്കുള്ള പാതിയിൽ നിന്ന് മനുഷ്യരിലും മാട്, കഴുത, ആട് മുതലായ സകലവിധ മൃഗത്തിലും 50-1 എടുത്ത്
യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുന്ന ലേവ്യർക്ക് കൊടുക്കണം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ മോശയും എലെയാസാരും ചെയ്തു. യോദ്ധാക്കൾ കൈവശമാക്കിയതിനു പുറമേയുള്ള കൊള്ള 6,75,000 ആടും 70,000 മാടും 61,000 കഴുതയും പുരുഷനോടുകൂടി ശയിക്കാത്ത പെണ്ണുങ്ങൾ എല്ലാം കൂടി 30,000 പേരും ആയിരുന്നു. യുദ്ധത്തിന് പോയവരുടെ ഓഹരിക്കുള്ള പാതിയിൽ ആട് 3,37,500. ആടിൽ യഹോവയ്ക്കുള്ള ഓഹരി 675. കന്നുകാലി 36,000, അതിൽ യഹോവയ്ക്കുള്ള ഓഹരി 72. കഴുത 30,500, അതിൽ യഹോവയ്ക്കുള്ള ഓഹരി 61. ആൾ 16,000, അവരിൽ യഹോവയ്ക്കുള്ള ഓഹരി 32. യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായിരുന്ന ഓഹരി യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ മോശ പുരോഹിതനായ എലെയാസാറിന് കൊടുത്തു. മോശ പടയാളികളുടെ പക്കൽ നിന്ന് ഇസ്രായേൽ മക്കൾക്ക് വിഭാഗിച്ചു കൊടുത്ത പാതിയിൽ നിന്നും സഭയ്ക്കുള്ള പാതി 3,37,500 ആടും 36,000 മാടും 30,500 കഴുതയും 16,000 ആളും ആയിരുന്നു. ഇസ്രായേൽ മക്കളുടെ പാതിയിൽ നിന്ന് മോശ മനുഷ്യരിലും മൃഗങ്ങളിലും 50 എടുത്ത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുന്ന ലേവ്യർക്ക് കൊടുത്തു. പിന്നെ സൈന്യസഹസ്രങ്ങൾക്ക് നായകന്മാരായ സഹസ്രാധിപന്മാരും ശതാധിപന്മാരും മോശയുടെ അടുക്കൽ വന്നു മോശയോട്, അടിയങ്ങളുടെ കീഴുള്ള യോദ്ധാക്കളുടെ തുക നോക്കി ഒരുത്തനും കുറഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തന് കിട്ടിയ പൊന്നാഭരണങ്ങളായ മാല, കൈവള, മോതിരം, കുണുക്ക്, കടകം എന്നിവ യഹോവയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് ഞങ്ങൾ യഹോവയ്ക്ക് വഴിപാടായി കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. മോശയും പുരോഹിതനായ എലെയാസാരും വിചിത്രപ്പണിയുള്ള ആഭരണങ്ങളായ പൊന്ന് അവരോട് വാങ്ങി. സഹസ്രാധിപന്മാരും ശതാധിപന്മാരും യഹോവയ്ക്ക് ഉദർച്ചാർപ്പണം ചെയ്ത പൊന്ന് എല്ലാം കൂടെ 16,750 ശേക്കെൽ ആയിരുന്നു. യോദ്ധാക്കളിൽ ഓരോരുത്തനും താന്താനു വേണ്ടി കൊള്ളയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. മോശയും പുരോഹിതനായ എലെയാസാരും സഹസ്രാധിപന്മാരോടും ശതാധിപന്മാരോടും ആ പൊന്നു വാങ്ങി യഹോവയുടെ സന്നിധിയിൽ ഇസ്രായേൽ മക്കളുടെ ഓർമ്മയ്ക്കായി സമാഗമന കൂടാരത്തിൽ കൊണ്ടുപോയി. സംഖ്യാപുസ്തകം അധ്യായം 32. എന്നാൽ രൂബേന്യർക്കും ഗാദ്യർക്കും എത്രയും വളരെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. അവർ യെസേർ ദേശവും ഗിലെയാദ് ദേശവും ആടുമാടുകൾക്ക് കൊള്ളാകുന്ന സ്ഥലം എന്ന് കണ്ടിട്ട് വന്ന് മോശയോടും പുരോഹിതനായ എലെയാസാരനോടും സഭയിലെ പ്രഭുക്കന്മാരോടും സംസാരിച്ചു. അതാരോത്ത്, ദീബോൻ, യെസേർ, നിമ്ര, ഹെഷ്ബോൻ, എലെയാലെ, സെബാം, നെബോ, ബെയോൻ എന്നിങ്ങനെ യഹോവ ഇസ്രായേൽ സഭയുടെ മുൻപിൽ ജയിച്ചടക്കിയ ദേശം, ആടുമാടുകൾക്ക് കൊള്ളാകുന്ന പ്രദേശം, അടിയങ്ങൾക്കോ ആടുമാടുകളുണ്ട്. അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരേണം. ഞങ്ങളെ യോർദാനക്കരെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞു. മോശ ഗാദ്യരോടും രൂബേന്യരോടും പറഞ്ഞത്, നിങ്ങളുടെ സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണമെന്നോ? യഹോവ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് അവർ കടക്കാതിരിപ്പാൻ തക്കവണ്ണം നിങ്ങൾ അവരെ അധൈര്യപ്പെടുത്തുന്നത് എന്തിന്? ഒറ്റുനോക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കാദേശ് ബർന്നേയയിൽ നിന്ന് അയച്ചപ്പോൾ അവർ ഇങ്ങനെ തന്നെ ചെയ്തു. അവർ എസ്കോൽ താഴ്വരയോളം ചെന്ന് ദേശം കണ്ട ശേഷം യഹോവ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിട്ടുള്ള ദേശത്തേക്ക് പോകാതിരിക്കത്തക്കവണ്ണം അവരെ അധൈര്യപ്പെടുത്തി. അന്ന് യഹോവയുടെ കോപം ജ്വലിച്ചു. അവൻ സത്യം ചെയ്ത് കൽപ്പിച്ചത്, കെനിസ്യനായ യഫുന്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവരല്ലാതെ മിസ്രയീമിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സു മുതൽ മേലോട്ടുള്ള ഒരുത്തനും
ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല. അവർ എന്നോട് പൂർണ്ണമായി പറ്റി നിൽക്കായ്കൊണ്ട് തന്നെ. അങ്ങനെ യഹോവയുടെ കോപം ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത തലമുറ എല്ലാം മുടിഞ്ഞു പോകുവോളം അവൻ 40 സംവത്സരം അവരെ മരുഭൂമിയിൽ അലയുമാറാക്കി. എന്നാൽ ഇസ്രായേലിന്റെ നേരെ യഹോവയുടെ ഉഗ്രകോപം ഇനിയും വർദ്ധിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാർക്ക് പകരം നിങ്ങളുടെ പാപികളുടെ ഒരു കൂട്ടമായി എഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾ അവനെ വിട്ട് പിന്നോക്കം പോയാൽ അവൻ ഇനിയും അവരെ മരുഭൂമിയിൽ വിട്ട് കളയും. അങ്ങനെ നിങ്ങൾ ഈ ജനത്തെയെല്ലാം നശിപ്പിക്കും. അപ്പോൾ അവർ അടുത്തു ചെന്ന് പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് തൊഴുത്തുകളും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്ക് പട്ടണങ്ങളും പണിയട്ടെ. എങ്കിലും ഇസ്രായേൽ മക്കളെ അവരുടെ സ്ഥലത്ത് കൊണ്ടുപോയി ആക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധസന്നദ്ധരായി അവർക്ക് മുൻപായി നടക്കും. ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളോ ദേശത്തിലെ നിവാസികൾ നിമിത്തം ഉറപ്പുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ. ഇസ്രായേൽ മക്കൾ ഓരോരുത്തൻ താന്താന്റെ അവകാശം അടക്കിക്കൊള്ളും വരെ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോരുകയില്ല. യോർദാൻ അക്കരെയും അതിനപ്പുറവും ഞങ്ങൾ അവരോടുകൂടെ അവകാശം വാങ്ങുകയില്ല. കിഴക്ക് യോർദാനിക്കരെ ഞങ്ങൾക്ക് അവകാശമുണ്ടല്ലോ. അതിനു മോശ അവരോട് പറഞ്ഞത്, നിങ്ങൾ ഈ കാര്യം ചെയ്യുമെങ്കിൽ യഹോവയുടെ മുൻപാകെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ട് യഹോവ തന്റെ മുൻപിൽ നിന്ന് ശത്രുക്കളെ നീക്കിക്കളയുവോളം നിങ്ങൾ എല്ലാവരും അവന്റെ മുൻപാകെ യുദ്ധസന്നദ്ധരായി യോർദാൻ അക്കരെ കടന്നു പോകുമെങ്കിൽ ദേശം യഹോവയുടെ മുൻപാകെ കീഴമന്ന ശേഷം നിങ്ങൾ മടങ്ങിപ്പോരുകയും യഹോവയുടെയും ഇസ്രായേലിന്റെയും മുൻപാകെ കുറ്റമില്ലാത്തവരായിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ദേശം യഹോവയുടെ മുൻപാകെ നിങ്ങളുടെ അവകാശമാകും. എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല എങ്കിൽ നിങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. നിങ്ങളുടെ കുട്ടികൾക്കായി പട്ടണങ്ങളും നിങ്ങളുടെ ആടുകൾക്കായി തൊഴുത്തുകളും പണിത് നിങ്ങൾ പറഞ്ഞതുപോലെ ചെയ്തുകൊള്ളുവിൻ. ഗാദ്യരും രൂബേന്യരും മോശയോട്, യജമാനൻ കൽപ്പിക്കുന്നതുപോലെ അടിയങ്ങൾ ചെയ്തു കൊള്ളാം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരും ഞങ്ങളുടെ കന്നുകാലികളും മൃഗങ്ങളൊക്കെയും ഗിലെയാദിലെ പട്ടണങ്ങളിൽ ഇരിക്കട്ടെ. അടിയങ്ങളോ യജമാനൻ കൽപ്പിക്കുന്നതുപോലെ എല്ലാവരും യുദ്ധസന്നദ്ധരായി യഹോവയുടെ മുൻപാകെ യുദ്ധത്തിന് കടന്നു പോകാം എന്ന് പറഞ്ഞു. ആകയാൽ മോശ അവരെക്കുറിച്ച് പുരോഹിതനായ എലയാസാരനോടും നൂന്റെ മകനായ യോശുവയോടും ഇസ്രായേൽ മക്കളുടെ ഗോത്രപ്രധാനികളോടും കൽപ്പിച്ചതെന്തെന്നാൽ, ഗാദ്യരും രൂബേന്യരും ഓരോരുത്തൻ യുദ്ധസന്നദ്ധനായി യഹോവയുടെ മുൻപാകെ നിങ്ങളോടുകൂടെ യോർദാനക്കരെ കടന്നു പോരുകയും ദേശം നിങ്ങളുടെ മുൻപാകെ കീഴടങ്ങുകയും ചെയ്താൽ നിങ്ങൾ അവർക്ക് ഗിലെയാദ് ദേശം അവകാശമായി കൊടുക്കണം. എന്നാൽ അവർ നിങ്ങളോടുകൂടെ യുദ്ധസന്നദ്ധരായി അക്കരയ്ക്ക് കടക്കാതിരുന്നാൽ അവരുടെ അവകാശം നിങ്ങളുടെ ഇടയിൽ കനാൻ ദേശത്ത് തന്നെ ആയിരിക്കണം. ഗാദ്യരും രൂബേന്യരും അതിന്, യഹോവ അടിയങ്ങളോട് അരുളി ചെയ്തതുപോലെ ചെയ്തുകൊള്ളാം. ഞങ്ങളുടെ അവകാശം ലഭിക്കേണ്ടതിന് ഞങ്ങൾ യഹോവയുടെ മുൻപാകെ യുദ്ധസന്നദ്ധരായി കനാൻ ദേശത്തേക്ക് കടന്നു പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ മോശ ഗാദ്യർക്കും രൂബേന്യർക്കും യോസേഫിന്റെ മകനായ മനശ്ശെയുടെ പാതിഗോത്രത്തിനും അമോര്യ രാജാവായ സീഹോന്റെ രാജ്യവും ബാശാൻ രാജാവായ ഓഗിന്റെ രാജ്യവുമായ ദേശവും അതിന്റെ അതിരുകളിൽ ചുറ്റുമുള്ള ദേശത്തിലെ പട്ടണങ്ങളും കൊടുത്തു. അങ്ങനെ ഗാദ്യർ ദീബോൻ, അതാരോത്ത്, അരോയേർ, അത്രോത്ത്, ശോഭാൻ, യസേർ, യോഗ്ബെഹ, ബേത്ത് നിമ്രോ, ബേത്ത് ഹാരാൻ എന്നിവയെ ഉറപ്പുള്ള പട്ടണങ്ങളായും ആടുകൾക്ക് തൊഴുത്തുകളായും പണിതു. രൂബേന്യർ ഹെശ്ബോനും എലയാലെയും കിര്യത്തയീമും പേര് മാറ്റിക്കളഞ്ഞ നെബോ, ബാൽമെയോൻ എന്നിവയും സിബ്മയും പണിതു. അവർ പണിത പട്ടണങ്ങൾക്ക് പുതിയ പേരിട്ടു. മനശ്ശെയുടെ മകനായ മാഖീരിന്റെ പുത്രന്മാർ ഗിലെയാദിൽ ചെന്ന് അതിനെ അടക്കി അവിടെ പാർത്തിരുന്ന അമോര്യരെ ഓടിച്ചു കളഞ്ഞു. മോശ ഗിലെയാദ് ദേശം മനശ്ശെയുടെ മകനായ മാഖീരിനു കൊടുത്തു. അവൻ അവിടെ പാർത്തു. മനശ്ശെയുടെ പുത്രനായ യായീർ ചെന്ന്
അതിലെ ഊരുകളെ അടക്കി. അവയ്ക്ക് ഹവവോത്ത് യായീർ, യായീറിൻ്റെ ഊരുകൾ എന്ന് പേരിട്ടു. നോബഹ് ചെന്ന് കെനാത്ത് പട്ടണവും അതിൻ്റെ ഗ്രാമങ്ങളും അടക്കി. അതിന് തൻ്റെ പേരിൻ പ്രകാരം നോബഹ് എന്ന് പേരിട്ടു.